അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദുസ് സ്വാലിഹീൻ ഹദീസ് ക്ലാസ് 50ാമത്തെ ബാബായിട്ടിക്കട് ഇന്ന് ഞങ്ങ ഹദീസ് കയറ്റിക്കട് പ്രവേശിക്കട്. അള്ളാഹുടെ പേടി, ബാബുൽ ഖൗഫ്, ഭയഭക്തി, അള്ളാഹുടെ സംബന്ധിച്ചുള്ളൊരു പേടി. ഇതിനെ സംബന്ധിച്ച് 3 ക്ലാസ് ഞങ്ങൾ വിശദീകരിച്ചിട്ടായി. ഇതൊക്കെ ആയത്തുകൾ വിശദീകരിച്ചതായിട്ടിക്കട്. ഇന്ന് ആ ബാബിൽ തുടക്കത്തിൽ കൊണ്ടുവന്ന ഒരു ഹദീസ് ആയിട്ടിക്കട് ഞങ്ങൾപ്പോഴും അള്ളാഹുടെ സംബന്ധിച്ചുള്ള അള്ളാഹുടെ ശിക്ഷയെ സംബന്ധിച്ചുള്ള ഒരു പേടി മനസ്സിലുണ്ടാവണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന ഒരു ഹദീസ് മനുഷ്യരുടെ പ്രാരംഭം മുതൽ തന്നെ വിവരിക്കപ്പെട്ട ഒരു ഹദീസ് ആയിട്ടിരിക്കുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു മനുഷ്യരെ അവൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ അവൻ നിൽക്കുമ്പോൾ 40 നാളത്തെ ഒരു ഘട്ട, 40 നാളത്തെ പിന്നൊരു ഘട്ട, 40 നാളത്തെ പിന്നൊരു ഘട്ട, അങ്ങനെ 120 നാൾ. ഫസ്റ്റത് ഇന്ദ്രത്തുള്ളിയായിട്ടിക്കട്, രണ്ടാമത്തേത് ചോരയുടെ കിറ്റായിട്ടിക്കട്, മൂന്നാമത്തേത് ഇറച്ചിയുടെ കിറ്റ്. എന്നിട്ടതാ മനുഷ്യരുടെ റൂപ്പായിൽ പിന്നെ അവിടെ അല്ലാഹു റബ്ബു സുബ്ഹാനഹു തആല അതാ ഇറച്ചിയുടെ കിറ്റാവും. എന്നിട്ടതാ അതൊരു മലക്കര് 120 നാളാവുമ്പോൾ 40 അള്ളാഹു തആല ഒരു മലക്കടെ കിടത്തറ. ആ മലക്കതുക്ക് റൂഹുടെ ഊതറും. എന്നിട്ട് 4 കാര്യത്തെ അള്ളാഹു തആല അണ്ടേ നിശ്ചയിച്ചു എഴുതി വെക്കുകയും അയച്ചു തരാം. ഒന്നാമത്തേത് അവൻ്റെ റിസ്കിനെ സംബന്ധിച്ച്, 2 അവൻ്റെ ആയുസ്സിനെ സംബന്ധിച്ച്, 3 അവൻ്റെ അമലുടെ സംബന്ധിച്ച്, 4 അവൻ ഷക്കിയോ സയീദോ, വിജയികളിൽപ്പെട്ടവനോ അല്ലേ, സ്വർഗക്കാരനോ നരകക്കാരനോ. ഇങ്ങനെ 4 കാര്യങ്ങൾ അള്ളാഹു തആല അവിടെ തീർമാനാക്കി വിട്ടണ. അത് എന്തുപേനായി മലക്ക് വേണ്ട. അപ്പം ഒരാൾ കുറേ ഇബാദത്തുകൾ ചെയ്തു എന്നതുകൊണ്ട് അവൻ സ്വർഗത്തേക്ക് പ്രവേശിച്ചു പോയാണ്ടെന്നും ഉറപ്പിക്കുക പേടിയെപ്പോഴും വേണമെന്നുള്ളത്. ഒരാൾ കുറേ തെറ്റ് ചെയ്തു എന്നിട്ടായാലും ഞാൻ നരകത്തിട്ട് ഭരിക്കണ്ട, അവൻ സ്വർഗത്തേക്ക് എത്തുന്നതല്ലോ എന്തെങ്കിലും ഒരു ചെറിയൊരു രക്ഷപ്പെടുകയുള്ള തീർന്നു അവൻ്റെ ആയുസ്സിലെ അവസാന കാലഘട്ടത്തുണ്ടാവും. ഈ ഹദീസില് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ വലിയ ഗൗരവമുണ്ട്. ഈ ഹദീസുകൾ വലിയ വിഷയമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെ ഞങ്ങൾക്കൊന്നും കുറെ ഇബാദത്ത് ചെയ്തറ എന്നുള്ളൊരു സന്തോഷമോ അഹങ്കരിക്കുകയോ ഒന്നുമില്ല. പിന്നെ ഒരു മനുഷ്യ കുറെ ബെടക്ക് ചെയ്തറ എന്നുള്ളത് നരകത്തുക എന്ന് ചൊല്ലുക ഞങ്ങളെ കൊണ്ടാവില്ല. അതൊക്കെ ഞങ്ങൾ അത് ആവശ്യവുമില്ല, ഞങ്ങൾ ചൊല്ലുക തീരാം. അപ്പോൾ ആന്ന് സഖിയോ സയീദോ, അവൻ ഭാഗ്യമുള്ളവനോ ഭാഗ്യം കെട്ടവനോ എന്നുള്ളൊരു തീർമാനം അവിടെ കഴിഞ്ഞിട്ടായത്. അപ്പം അതുകൊണ്ടിട്ട് ഞങ്ങൾ എന്താക്കണം, എപ്പോഴും അള്ളാഹുടെ പേടി വേണം. എന്നങ്ങ ഏതായാലും ആവുമ്പോൾ ആവട്ടെ ചെന്നിട്ട് നടക്കലല്ല. അത് ഞങ്ങൾക്കും തീരാം. ഞങ്ങളൊട്ടും ചെയ്യേണ്ട, ഞങ്ങളൊട്ട് കൽപ്പിച്ച കാര്യം ഞങ്ങൾ ചെയ്യണം. അള്ളാഹുടെ പേടിച്ച് ഭയഭക്തിയോട് കൂടി ജീവിക്കുക എന്നുള്ളത് ഞങ്ങളതായിട്ട്. ബാക്കി ഞങ്ങൾ അള്ളാഹുടെ ഖൈറിന് വേണ്ടി ദ്വാരക്കുക എന്നുള്ളത്. അപ്പം ഞങ്ങളെ തലടെടുത്ത് പോലെ ആവട്ടെ എന്ന് അങ്ങനെ ചെയ്യുക തീരാം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആലയുടെ തീർമാനം നടന്നത് എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ഹദീസുകൾ ഞങ്ങൾക്ക് പ്രവേശിക്കാം. അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ഹദ്ദസനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിത്തങ്ങൾ ഞങ്ങൾക്ക് ഹദീസ് ചൊല്ലുന്നത് ആര് ചൊല്ലേ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. വഹുവ സാദിഖുൽ മസ്ദൂഖ്. നബിത്തങ്ങൾ സാദിഖാണ്, നേറുകാരാണ്, എല്ലാ നേര് ചൊല്ലിയ വ്യക്തിയാണ്. മസ്ദൂഖ് അള്ളാഹുടെ ഭാഗത്തിൽ നിന്ന് സിദ്ഖ് ചെയ്യപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹിയത്വാട്ടി കൊടുക്കണേ. അപ്പോൾ അള്ളാഹുടെ ഭാഗത്തിൽ നിന്ന് സിദ്ഖ് വാസ്തവമാക്കപ്പെട്ടാൽ, നേര് ചൊല്ലാൽ, സാദിഖ് വാസ്തവമാക്കപ്പെട്ടാൽ നേറുകാരൻ എന്ന് പിന്നെ സിദ്ഖ് നൽകപ്പെട്ട വ്യക്തിയെന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചായിട്ട് സാദിഖും മസ്ദൂഖും കൊണ്ട് ചൊല്ലുന്നത്. ഇന്ന അഹദക്കും യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ നുത്ഫതൻ. നിങ്ങളിൽ നിന്ന് ഒരാളെ അവൻ്റെ ഉമ്മയുടെ ഗർഭത്തിൽ പള്ളയിൽ അതാ 40 നാൾ നുത്ഫത്തായിട്ട്, മനിയായിട്ട്, ഇന്ദ്രിയത്തുള്ളിയായിട്ട് ഒരുമിച്ച് കൂട്ടപ്പെട്ടു. സുമ്മയക്കൂന് അലക്കത്തൻ മിത്രതാലിക്ക. പിന്നെ 40 നാൾ അതേപോലെ 40 നാൾ അലക്കത്താവും ഇറച്ചിരെ കിട്ട്. സുമ്മയക്കൂന് മുതുകത്തൻ, പിന്നെ അത് അലക്കത്തിന് ചോരയുടെ കിട്ട്. പിന്നെ അതെന്താവും ഇറച്ചിരെ കിട്ടാവും, മുതുകത്ത് ഇറച്ചിരെ കിട്ട്. മിത്രതാലിക്ക 40 നാൾ. സുമ്മ യുർസലുൽ മലക്കു. പിന്നെ ഒരു മലക്കിടെ അയക്കപ്പെടും. ഫയൻഫുഖു ഫീഹി റൂഹ. ആ മലക്ക് ഈ കിടാവുകത റൂഹുടെ ഊതുറും. വയുമറു ബി 40 കലിമാത്ത്. 4 കലിമാത്തുകളെ കൽപ്പിക്കപ്പെടും. ബി കത്ബി റിസ്കി. അവൻ്റെ റിസ്ക് അവൻ എത്ര തിന്നട എന്നുള്ളത്.
അപ്പം ഞങ്ങൾക്ക് അള്ളാഹു താല റിസ്ക് കണക്കാക്കിയത് അത് ഞങ്ങളെ ബായിക്ക് എത്ര എങ്ങനെയെങ്കിലും അത് എത്ര വാചരിഹി ജണ്ടവൻ്റെ അവധി എത്ര ആയുസമാണ് വാമലി അവൻ എത്ര അമൽ ചെയ്തെന്നുള്ളത് വഷക്കിയുൻ ഔ സഈദ് അവൻ വിജയോ സഈദ് വിജയ് ഷക്കി ഭാഗ്യം കെട്ടവൻ ഭാഗ്യം കെട്ടവനാണോ ഭാഗ്യമുള്ളവനാണോ ഇങ്ങനെ വല്ലദീ ലാ ഇലാഹ ഗൈറുഹു അല്ലാഹു അല്ലാണ്ട് ഒരു ഇലാഹില്ല അതാ എന്നിട്ട് നബി അള്ളാഹുടെ സത്യത്തിൽ ചൊല്ലി ഇന്ന അഹദക്കും ലയഅമലു ബിഅമലിൽ അഹ്ലിൽ ജന്ന നിങ്ങളിൽ നിന്ന് ഒരാൾ സ്വർഗ്ഗക്കാരന്റെ അമൽ അവൻ അമൽ ചെയ്യും ഹത്താ മാ യകൂനു ബൈനഹു വബൈന ഇല്ലാ ദിറാ ഇന്ന് സ്വർഗത്തികത്ത് ഒരു മുള മാത്രമേ ഇത്ര മാത്രം ഒരു മുളം ചെന്നെങ്കിൽ ഇത്ര എന്നാലെ ഈ ചെറിയ പേരുടെ മുട്ടത്തോത്ത് ഇത്ര മാത്രമേ അവന് എന്താ പറയുക സ്വർഗത്തികത്തുള്ളൂ അത്ര അവൻ അമൽ ചെയ്തത് ഫയസ്ബിഖു അലൈഹിൽ കിതാബ് അപ്പം അവൻ്റെ കിതാബ് അവനക്ക് കണക്കാക്കപ്പെട്ടത് എന്താവും അത് മുൻകടക്കും ഫയഅമലു ബിഅമലി അഹ്ലിൻ നാർ നരകത്ത് പോകേണ്ട അവർ അമൽ ചെയ്യുക എന്നിട്ട് അവൻ നരകത്ത് പ്രവേശിക്കുക അത് ഫയദ്ഖുലുഹാ നരകത്ത് പ്രവേശിക്കുക വൈൻ അഹദക്കും ലയഅമലു ബിഅമലി അഹ്ലിൻ നാർ നിങ്ങളിൽ നിന്ന് ഒരാൾ നരകക്കാരൻ ചെയ്യേണ്ട അമൽ അവൻ അമൽ ചെയ്ത ഹത്താ മാ യകൂനു ബൈനഹു വബൈനഹ ഇല്ലാ ദിറാ ഓൻ്റെയും നരകത്തിടയിൽ ഒരു മുളം മാത്രമേ ഉള്ളൂ ഇത്ര മാത്രമേ ഉള്ളൂ നരകത്ത് പോകണം ഫയസ്ബിഖു അലൈഹിൽ കിതാബ് അവൻ്റെ കിതാബ് അവിടെ ഉണ്ട് കിതാബ് ചെന്നാൽ അവനെ സംബന്ധിച്ച് അവന് ഭാഗ്യമുള്ളവനോ ഭാഗ്യം കെട്ടവനാണോ എന്ന് എഴുതി വെച്ചിട്ടില്ലേ അത് മുൻകടക്കുന്നത് ഫയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന സ്വർഗക്കാർ ചെയ്യേണ്ട അമൽ അവൻ അമൽ ചെയ്ത ഫയദ്ഖുലുഹാ സ്വർഗത്ത് പ്രവേശിക്കുക മുത്തഫഖുൻ അലൈഹി. അപ്പോൾ ഇത് എന്തേ ആഖിബത്ത് നന്നാവുക എന്നുള്ളത്. അപ്പോൾ മരിക്കുമ്പോൾ ഞങ്ങൾ ഈമാൻ കിട്ടി മരിക്കലേ എന്നുള്ളത് ആഖിബത്ത് നന്നാവും. ഒരേ ഇബാദത്ത് ചെയ്യണം, ഇബാദത്ത് ചെയ്തെങ്കിലേ ആഖിബത്ത് നന്നാവിടെ. അതേ സമയത്ത് അള്ളാഹുടെ സംബന്ധിച്ചുള്ള പേടി മനസ്സിൽ കൂടുതലായി ഉണ്ടാവണം. കൂടുതലായി അങ്ങനെ ഉണ്ടാകുമ്പോൾ ദോഷങ്ങൾ ഒഴിവാക്കുകയും നല്ലത് കൂടുതൽ ചെയ്യുകയും ആഖിബത്ത് നന്നാവുക, അള്ളാഹുടെ വിജയികളിൽപ്പെടുത്തുക, അള്ളാഹുടെ ലിഖാ നൽകപ്പെട്ട ആൾമാരിൽപ്പെടും, അള്ളാഹുടെ ദ്വാരക്കനം. അപ്പോൾ ഞങ്ങളെ മനസ്സിലെപ്പോഴും അള്ളാഹുടെ സംബന്ധിച്ചുള്ള പേടി അല്ലെ, ഇത് മനസ്സിലാക്കിയാൽ കണ്ടെങ്കിൽ ആ പേടി എപ്പോഴും ഞങ്ങളെ മനസ്സിലേക്കും. അള്ളാഹു ഞങ്ങളെ വിജയികളിൽപ്പെടുത്തട്ടെ. ഈ ക്ലാസ് കാതോർത്ത് എല്ലാ ആൾമാരെയും ഞങ്ങളെ പെഞ്ഞമക്കൾ കുടുംബം ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മുഅ്മിനാത്തുകളെയും അള്ളാഹു സ്വർഗ്ഗക്കാരിലും സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ, സജ്ജനങ്ങളിൽ പെടുത്തട്ടെ, ആഖിബത്ത് നന്നാക്കട്ടെ. അപ്പോൾ ഇതിനൊക്കെ ഞങ്ങളെ മനസ്സിൽ അതെപ്പോഴും ഉണ്ടാവുക എന്നത് നല്ലത് തന്നെയായിട്ട്. കാരണം ഞങ്ങൾക്ക് എപ്പോഴും പേടി എന്നുള്ളത് വേണം. അള്ളാഹു ഖൈറുടെ ആൾമാരിൽ ഞങ്ങളിൽപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദ്വാവസ്യത്തോടു കൂടെ ഇൻഷാ അല്ലാഹ് ഇതിനെ സംബന്ധിച്ച് ബാക്കി ഹദീസുകളുണ്ട്, നമുക്ക് വിശദീകരിക്കാം മുന്നത്തെ ക്ലാസ്സുകളിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.